ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് നമ്മൾ നേരത്തെ ബയോളജി സെഷനിൽ ഒരു 15ഓളം ടോപ്പിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. അതുകൊണ്ടാണ് നമ്മൾ അടുത്ത സെഷനുമായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ കെമിസ്ട്രി വിഭാഗത്തിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുറച്ച് ടോപ്പിക്സ് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് അവയുടെ കീഴിലാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ SCRTയിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ നോക്കുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ അതാ നമ്മൾ ഒന്നാമതായിട്ട് തുടങ്ങുകയാണ്. ഭക്ഷ്യവസ്തുക്കളും അതിലടങ്ങിയിരിക്കുന്ന പ്രധാന ആസിഡുമാണ് ആദ്യം നോക്കുന്നത്. ഒന്നാമത് നോക്കാം, മോരിലും തൈരിലും അടങ്ങിയിരിക്കുന്നത് ഏത് ആസിഡാണ്? ലാക്റ്റിക് ആസിഡാണ്. ലാക്റ്റിക് ആസിഡ്. വിനാഗിരിയിൽ അസറ്റിക് ആസിഡ്, നാരങ്ങയിൽ സിട്രിക് ആസിഡ്, വാളൻ പുളിയിൽ ഏതാണ്? ടാർട്ടാറിക് ആസിഡാണ്. ടാർട്ടാറിക് ആസിഡ്. ആപ്പിളിൽ മാലിക് ആസിഡ്, നെല്ലിക്കയിൽ അസ്കോർബിക് ആസിഡാണ്, തക്കാളിയിൽ ഓക്സാലിക് ആസിഡുമാണ് അടങ്ങിയിട്ടുള്ളത്. തക്കാളിയിൽ ഏതാണ്? ഓക്സാലിക് ആസിഡാണ്. നെല്ലിക്കയിൽ അസ്കോർബിക് ആസിഡാണ്. അസ്കോർബിക് ആസിഡ് എന്താണ്? വൈറ്റമിൻ സി ആണ് കേട്ടോ. ആപ്പിളിൽ എന്താണ്? മാലിക് ആസിഡ്. വാളൻ പുളിയിൽ ടാർട്ടാറിക് ആസിഡ്, നാരങ്ങയിൽ സിട്രിക് ആസിഡ്, വിനാഗിരി അസറ്റിക് ആസിഡ്, മോരിലും തൈരിലും ലാക്റ്റിക് ആസിഡുമാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നോക്കാം, നെല്ലിക്കയെക്കുറിച്ച് ഇവിടെ ഒന്നുകൂടെ കൊടുത്തിട്ടുണ്ട്. നെല്ലിക്കയിലും ആസിഡ്. നെല്ലിക്കയിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. വൈറ്റമിൻ സി എന്നത് അസ്കോർബിക് ആസിഡ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. വൈറ്റമിൻ സി എന്നത് അസ്കോർബിക് ആസിഡാണ്. ഇതിൻ്റെ സാന്നിധ്യമാണ് നെല്ലിക്കയ്ക്ക് പുളി രുചി നൽകുന്നത്. ഓക്കെ ആണോ? അടുത്ത നോക്കാം, ജലം. ഘനജലം അല്ലെങ്കിൽ ഹെവി വാട്ടർ. മൃദുജലം, കഠിനജലം എന്നിവയല്ലാതെ ഘനജലമുണ്ടെന്നറിയാമോ? ജലത്തിലുള്ള സാധാരണ ഹൈഡ്രജൻ ആറ്റങ്ങൾക്കു പകരം ഹൈഡ്രജന്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം അടങ്ങിയിരിക്കുന്ന ജലമാണ് ഘനജലം. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് എന്നൊക്കെ പറഞ്ഞ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഡ്യൂട്ടീരിയമാണ്. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പായിട്ടുള്ള ഡ്യൂട്ടീരിയം അടങ്ങിയിരിക്കുന്ന ജലമാണ് ഘനജലം. ഇത് ന്യൂക്ലിയർ റിയാക്ടറുകളിലാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഘനജലം നമ്മൾ കണ്ടു. ഇനി ജലം ഘനീഭവിച്ച് ഐസാകുമ്പോൾ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? വ്യാപ്തം കൂടുകയും സാന്ദ്രത കുറയുകയും ചെയ്യുന്നു. ജലം ഘനീഭവിച്ച് ഐസാകുമ്പോൾ അതിൻ്റെ വ്യാപ്തം കൂടുകയും സാന്ദ്രത കുറയുകയും ചെയ്യുന്നു. ഒരു ദ്രാവകം സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ തണുത്തുറഞ്ഞ് ഖരമായി മാറുന്ന താപനില അതിൻ്റെ ഖരാങ്കമാണ്, അതായത് ഫ്രീസിംഗ് പോയിന്റ്. ഒരു ദ്രാവകം സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ തണുത്തുറഞ്ഞ് ഖരമായി മാറുന്ന താപനിലയാണ് അതിൻ്റെ ഖരാങ്കം. ജലത്തിൻ്റെ ഖരാങ്കം എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലത്തിൻ്റെ ഖരാങ്കം 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. മറ്റു പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന താപം താങ്ങാനുള്ള കഴിവ് ജലത്തിനുണ്ട്. മറ്റു പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന താപം താങ്ങാനുള്ള കഴിവ്, അതിനെയാണ് താപധാരിത എന്ന് പറയുന്നത്. അത് ജലത്തിനുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് കൃത്രിമ പാനീയങ്ങൾ ആകർഷകമാക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന ചില രാസവസ്തുക്കളും അവയിലെ ഉപയോഗമാണ് നമ്മൾ ഇനി പറയുന്നത് കേട്ടോ. നോക്കാം, രാസവസ്തു ടാർട്രസിൻ ഭക്ഷ്യപദാർത്ഥത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് നിറം നൽകാനാണ്. മഞ്ഞ നിറം നൽകുന്ന രാസവസ്തുവാണ്. ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകുന്ന രാസവസ്തു ഏതാണ്? ടാർട്രസിൻ ആണ്. ടാർട്രസിൻ. ഇനി എറിത്രോസിൻ എന്താണ്? ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥമാണ്. ഭക്ഷ്യപദാർത്ഥത്തിൽ ചുവപ്പ് നിറം നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? എറിത്രോസിൻ ആണ്. എറിത്രോസിൻ. ഇനി ഭക്ഷ്യപദാർത്ഥത്തിൽ രുചി കൂടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് വാനിലിൻ എന്നത്. വാനിലിൻ. ഫോസ്ഫോറിക് ആസിഡ് കൃത്രിമ പാനീയങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. പുളി രുചി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഫോസ്ഫോറിക് ആസിഡ് പുളി രുചി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൃത്രിമ പാനീയങ്ങളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ്. അലൈൽ ഹെക്സാനോയേറ്റ് എന്താണ്? അത് ഭക്ഷ്യപദാർത്ഥത്തിൽ സുഗന്ധത്തിൻ്റെ പൈനാപ്പിൾ എസൻസ് പോലെ ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് അലൈൽ ഹെക്സാനോയേറ്റ് എന്നത് ഭക്ഷ്യപദാർത്ഥത്തിൽ പൈനാപ്പിളിൻ്റെ സുഗന്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തുവാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ടാർട്രസിൻ, എറിത്രോസിൻ, വാനിലിൻ, ഫോസ്ഫോറിക് ആസിഡ്, അലൈൽ ഹെക്സാനോയേറ്റ്. ഓക്കെ, ഇനി ലോഹസങ്കരങ്ങളെ കുറിച്ച് നോക്കാം.
രണ്ടോ അതിലധികമോ ലോഹങ്ങളുടെ ഏകാത്മക ഖരലായനികളാണ് ലോഹ സങ്കരങ്ങൾ. രണ്ടോ അതിലധികമോ ലോഹങ്ങളുടെ കൂട്ടമാണ് ലോഹസങ്കരം. താഴെ തന്നിരിക്കുന്നവയിൽ ലോഹം ഏത്, ലോഹമല്ലാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞ് ചോദ്യം വരാറുണ്ട്, ശ്രദ്ധിക്കുക. ലോഹങ്ങളെ അപേക്ഷിച്ച് മികച്ച ബലവും ലോഹനാശനത്തെ ചെറുക്കാനുള്ള കഴിവും ഇവയ്ക്കുണ്ട്. 90% ലോഹങ്ങളും ലോഹസങ്കരങ്ങളായാണ് ഉപയോഗിക്കപ്പെടുന്നത്. മെച്ചപ്പെട്ട സവിശേഷതകളുള്ള വലിയൊരു വിഭാഗം നിർമ്മാണ സാമഗ്രികളെ ലോഹസങ്കരങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നു. ലോഹസങ്കരങ്ങൾ സ്വർണത്തിൻ്റെയും കോപ്പറിൻ്റെയും ലോഹസങ്കരമാണ് ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ചില ലോഹസങ്കരങ്ങളും അവയുടെ ലോഹ ഘടകങ്ങളും നമുക്ക് നോക്കാം. ഒന്നാമത് പിച്ചള അല്ലെങ്കിൽ ബ്രാസ്. കോപ്പറും സിങ്കുമാണ് ഈ ഒരു ലോഹസങ്കരത്തിൻ്റെ ലോഹ ഘടകങ്ങൾ എന്ന് പറയുന്നത്, ഘടക ലോഹങ്ങൾ എന്ന് പറയുന്നത്. ബ്രാസ് അല്ലെങ്കിൽ പിച്ചളയിൽ എന്തൊക്കെയാണുള്ളത്? കോപ്പറും സിങ്കുമാണ്. ബ്രോൺസ് അല്ലെങ്കിൽ ഓടില് കോപ്പർ അതുപോലെ ടിന്നുമാണ്. കോപ്പറും ടിന്നുമാണ് ബ്രോൺസിൽ ഉള്ളത്. ഇനി നിക്രോമിൽ പേരിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് നിക്കൽ, ക്രോമിയം, അയൺ. നിക്കൽ, ക്രോമിയം, അയൺ എന്നിവയാണ് നിക്രോണിൻ്റെ സങ്കരം. അൽനിക്കോ എന്നതോ? അൽനിക്കോ അയൺ, അലുമിനിയം, നിക്കൽ, കൊബാൾട്ട് എന്നിവയുടെ സങ്കരമാണ്. അയൺ, നിക്കൽ, കൊബാൾട്ട്, അലുമിനിയം എന്നിവയുടെ സങ്കരമാണ് അൽനിക്കോ എന്നത്. ഓക്കെ. പിച്ചള എന്താണ്? കോപ്പറും സിങ്കുമാണ്. ബ്രോൺസ് അല്ലെങ്കിൽ ഓട് എന്താണ്? കോപ്പറും ടിന്നും ആണ്. നിക്രോം, നിക്കൽ, ക്രോമിയം, അയൺ എന്നതാണ്. അൽനിക്കോ അയൺ, അലുമിനിയം, നിക്കൽ, കോബോൾട്ട് എന്നിവയാണ്. ഓക്കെ. ലോഹസങ്കരങ്ങളിൽ വളരെ ചെറിയ അളവിൽ കാർബൺ, സിലിക്കൺ പോലുള്ള അലോഹ മൂലകങ്ങൾ ചേർക്കാറുണ്ട്. ഈ ഒരു ഓപ്ഷൻ ഉത്തരമായി വരുന്ന രീതിയിൽ ചോദ്യം നമ്മൾ കണ്ടിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? നമ്മൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ ലോഹമല്ലാത്തത് ഏത് എന്ന് ചോദിച്ചതിൽ ഉത്തരം ഇതായിരുന്നു, സ്റ്റെയിൻലെസ് സ്റ്റീൽ. അതൊരു ലോഹസങ്കരമാണ് അല്ലെങ്കിൽ അലോയി ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇതും ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. അടുത്തത് നമ്മൾ സെൽസ് ഉപയോഗിക്കുന്ന ഉപകരണവും നോക്കാൻ പോവാണ്. ഒന്നാമത് ഡ്രൈ സെൽ ഉപയോഗിക്കുന്ന എവിടെയൊക്കെയാണ്? റേഡിയോകൾ, ക്യാമറകൾ, ക്ലോക്കുകൾ, കളിപ്പാട്ടങ്ങൾ ഇവയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സെൽ ഏതാണ്? അത് ഡ്രൈ സെല്ലാണ്. റേഡിയോ, ക്യാമറ, ക്ലോക്കുകൾ, കളിപ്പാട്ടങ്ങൾ എന്നിവയിൽ ഏത് സെൽ ഉപയോഗിക്കുന്നു? ഡ്രൈ സെൽ ഉപയോഗിക്കുന്നു. ഇനി മെർക്കുറി സെൽ വാച്ചുകൾ, കാൽക്കുലേറ്ററുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്നു. വാച്ചുകൾ, കാൽക്കുലേറ്ററുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ മെർക്കുറി സെല്ലാണ് ഉപയോഗിക്കുന്നത്. നിക്കൽ കാഡ്മിയം സെൽ എവിടെയാണ് ഉപയോഗിക്കുന്നത്? റീചാർജ് ചെയ്യാവുന്ന ടോർച്ച് അതുപോലെ ക്യാമറകളിലും നിക്കൽ കാഡ്മിയം സെല്ല് ഉപയോഗിക്കുന്നുണ്ട്. നിക്കൽ കാഡ്മിയം സെല്ലുകൾ. ഇനി ലിഥിയം അയോൺ സെല്ല് മൊബൈൽ ഫോണിലും ലാപ്ടോപ്പുകളിലുമാണ് ഉപയോഗിക്കുന്നത്. ലിഥിയം അയോൺ സെല്ലുകൾ മൊബൈൽ ഫോണുകളിലും ലാപ്ടോപ്പുകളിലും ഉപയോഗിക്കുന്നുണ്ട്. സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? അതാണ് തന്മാത്രകൾ. സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണങ്ങളാണ് തന്മാത്രകൾ. അപ്പോൾ ആറ്റം എന്താണ്? ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അപ്പോൾ നോക്കാം, ചില മൂലകങ്ങളുടെ പ്രതീകങ്ങൾ അവയുടെ ലാറ്റിൻ ഭാഷയിലെ പേരുകളിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ സോഡിയം എന്നതിൻ്റെ ലാറ്റിൻ നാമം എന്താണ്? നാട്രിയം എന്നതാണ്. നാട്രിയം എന്നാണ് സോഡിയത്തിൻ്റെ ലാറ്റിൻ നാമം. പ്രതീകം Na ആണ്. പൊട്ടാസ്യം എന്നത് കാലിയം എന്നറിയപ്പെടുന്നു, അതുകൊണ്ടാണ് K എന്ന് പ്രതീകം വന്നിട്ടുള്ളത്. കോപ്പർ കുപ്രം എന്നറിയപ്പെടുന്നു, അതുകൊണ്ട് Cu വന്നു. അയൺ ഫെറം എന്നാണ് അതിൻ്റെ ലാറ്റിൻ നാമം, അതുകൊണ്ട് Fe എന്ന് വന്നു. അപ്പോൾ ഇങ്ങനെ അതുപോലെ ആദ്യകാലങ്ങളിൽ സ്ഥലം, രാജ്യം, ഭൂഖണ്ഡം, സ്വഭാവ ഗുണങ്ങൾ, ശാസ്ത്രജ്ഞർ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടാണ് മൂലകങ്ങൾക്ക് പേര് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ പേരുകളൊക്കെ വന്നിട്ടുള്ളത് എന്താണ്? മൂലകങ്ങളുടെ ഈ പേരുകളുടെ അടിസ്ഥാനം എന്താണെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്.
പൊളോണിയം എന്ന മൂലകത്തിന് പേരിന് കാരണമായത് പോളണ്ട് എന്ന രാജ്യം മൂലമാണ് കേട്ടോ. രാജ്യത്തിൻ്റെ പേരാണ് പോളണ്ട്. അതിൽ നിന്നാണ് പൊളോണിയം എന്ന മൂലകത്തിന് പേര് ലഭിച്ചിട്ടുള്ളത്. ഇനി ക്യൂറിയം ശാസ്ത്രജ്ഞയായിട്ടുള്ള മേരി ക്യൂറിയുടെ പേരിൽ നിന്നാണ് ഈ ഒരു നാമം ഇട്ടിട്ടുള്ളത്. ക്രോമിയം എന്താണ്? അതൊരു നിറമാണ്. ക്രോം എന്ന നിറത്തിൽ നിന്നാണ് ക്രോമിയം ഉണ്ടായിട്ടുള്ളത്. ഇൻഡിഗോ എന്ന നിറത്തിൽ നിന്നാണ്. ക്ലോറോ എന്ന നിറം ഉദ്ദേശിച്ചിട്ടാണ് ഈ പേരിട്ടിട്ടുള്ളത്. നെപ്റ്റ്യൂൺ എന്ന ഗ്രഹത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ടാണ് നെപ്റ്റ്യൂണിയം വന്നിട്ടുള്ളത്. യൂറോപ്പിയം ഭൂഖണ്ഡമായിട്ടുള്ള യൂറോപ്പിൽ നിന്നുമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ബെർസീലിയസ് ആദ്യകാലങ്ങളിൽ ചിത്രങ്ങളാണ് മൂലകങ്ങളുടെ പ്രതീകങ്ങളായി ഉപയോഗിച്ചിരുന്നത്. ആധുനിക രീതിയിലുള്ള പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ബെർസീലിയസ് എന്ന സ്വീഡിഷ് ശാസ്ത്രജ്ഞനാണ്. ആധുനിക രീതിയിലുള്ള പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ആരാണ്? ആധുനിക രീതിയിലുള്ള പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ബെർസീലിയസ് എന്ന സ്വീഡിഷ് ശാസ്ത്രജ്ഞനാണ്. ബെർസീലിയസ്. സെലീനിയം, തോറിയം, സീറിയം, സിലിക്കൺ എന്നീ മൂലകങ്ങൾ ബെർസീലിയസ് കണ്ടുപിടിച്ചു. സെലീനിയം, തോറിയം, സീറിയം, സിലിക്കൺ എന്നീ മൂലകങ്ങൾ കണ്ടുപിടിച്ചത് ആരാണ്? ബെർസീലിയസ് ആണ്. ബെർസീലിയസ് എന്ന ശാസ്ത്രജ്ഞനാണ് സെലീനിയം, തോറിയം, സീറിയം, സിലിക്കൺ എന്നീ മൂലകങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. പദാർത്ഥത്തിന്റെ അടുത്ത പോയിന്റ് ആണ് കേട്ടോ. പദാർത്ഥത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്നാണ്. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അതുപോലെ ആറാമത്തെ അവസ്ഥയോ അത് ഫെർമയോണിക് കണ്ടൻസേറ്റ് ആണ്. ഫെർമയോണിക് കണ്ടൻസേറ്റ്. അഞ്ചാമത്തെ അവസ്ഥ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്നും ആറാമത്തെ അവസ്ഥ ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്നും നാമകരണം ചെയ്തിരിക്കുന്നു. പദാർത്ഥത്തിന്റെ മറ്റൊരു അവസ്ഥയാണ് സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥ. സൂപ്പർ ഫ്ലൂയിഡ് സ്റ്റേറ്റ്. ഈ അവസ്ഥകൾ സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥ. ഓക്കെ, അടുത്തത് അൻഡോയിൻ ലവോസിയെ. ജ്വലന പ്രക്രിയയിൽ ഓക്സിജന്റെ പങ്ക് കണ്ടെത്തിയത് ആരാണ്? അത് അൻഡോയിൻ ലവോസിയാണ്. ശ്വസനം നടക്കുമ്പോൾ ഓക്സിജൻ ആഗിരണം ചെയ്യപ്പെടുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നുവെന്ന് കണ്ടെത്തി. ആസിഡുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം മനസ്സിലാക്കി ഓക്സിജൻ, ഹൈഡ്രജൻ എന്നിവയ്ക്ക് പേരു നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ലവോസിയെ ആണ് കേട്ടോ. ലാവോസിയെ ആണ് ഓക്സിജൻ, ഹൈഡ്രജൻ എന്നിവയ്ക്ക് പേരു നൽകിയ ശാസ്ത്രജ്ഞൻ. അറിയപ്പെട്ടിരുന്ന മൂലകങ്ങളെ ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ വർഗീകരിച്ചു. ആരാണ് അറിയപ്പെട്ടിരുന്ന മൂലകങ്ങളെ ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ വർഗീകരിച്ചത്? അത് അൻഡോയിൻ ലാവോസിയെ ആണ്. ഓക്കെ, 1789 ഫ്രഞ്ച് വിപ്ലവത്തിനു ശേഷമുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളെ തുടർന്ന് 1794 പ്രതിഭാധനനായ ഈ ശാസ്ത്രജ്ഞൻ ഗില്ലറ്റിൻ അല്ലെങ്കിൽ ശിരച്ഛേദം ചെയ്യപ്പെട്ടു എന്നത് ശാസ്ത്രലോകത്തെ ദാരുണമായ സംഭവമാണ്. ഓക്കെ, അൻഡോയിൻ ലാവോസിയെ ജ്വലന പ്രക്രിയയിൽ ഓക്സിജന്റെ പങ്ക് കണ്ടെത്തി. അതുപോലെ ഓക്സിജൻ, ഹൈഡ്രജൻ എന്നിവയ്ക്ക് പേര് നൽകി. ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന മൂലകങ്ങളെ വർഗീകരിച്ചു. ഓക്കെ, അടുത്തത് ഒരു ലവണത്തിലെ പോസിറ്റീവ് അയോണുകളുടെയും നെഗറ്റീവ് അയോണുകളുടെയും ചാർജുകളുടെ തുക 0 ആയിരിക്കും. ഒരു ലവണത്തിലെ പോസിറ്റീവ് അയോണുകളുടെയും നെഗറ്റീവ് അയോണുകളുടെയും ചാർജുകളുടെ ആകെ തുക 0 ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നേക്കാം, അതുകൊണ്ട് അറിഞ്ഞിരിക്കുക. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ആറ്റത്തിന്റെ വലിപ്പം കൂടി വരുന്നു. ഒരു പീരിയഡിൽ ഇടത്തുനിന്നും വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിന്റെ വലിപ്പം പൊതുവെ കുറഞ്ഞു വരുന്നു. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ആറ്റത്തിന്റെ വലിപ്പം കൂടി വരുന്നു. ഒരു പീരിയഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിന്റെ വലിപ്പം പൊതുവെ കുറഞ്ഞു വരുന്നു. ഓർത്തിരിക്കുക. തിരിച്ച് ഫ്ലിപ്പ് ചെയ്ത് പോലെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ നോക്കി വയ്ക്കുക കേട്ടോ. ഇനി മിക്ക സംക്രമണ മൂലകങ്ങളുടെയും സംയുക്തങ്ങളും നിറമുള്ളവയാണ്. സംക്രമണ മൂലകങ്ങളുടെ പ്രത്യേകതയാണ് നമ്മൾ നോക്കാം. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകൾ ഉൾപ്പെട്ട മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകൾ ഉൾപ്പെട്ട മൂലകങ്ങളാണ്. ഇവയിൽ ബാഹ്യതമ ഷെല്ലിന് തൊട്ടുള്ളിലുള്ള ഷെല്ലിലാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. ഗ്രൂപ്പിലും പീരിയഡിലും രാസഗുണങ്ങളിൽ പൊതുവെ സാദൃശ്യം കാണിക്കുന്നു. ഇവ ലോഹങ്ങളാണ്. ഇവയുടെ സംയുക്തങ്ങളെല്ലാം തന്നെ പൊതുവെ നിറമുള്ളവയാണ്.
3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലാണ് സംക്രമണ മൂലകങ്ങൾ കാണപ്പെടുന്നത്. ഇവ ലോഹങ്ങളാണ്. ഇവയുടെ സംയുക്തങ്ങളെല്ലാം നിറമുള്ളവയാണ്. അടുത്തത്, പൊതുവെ ഒരേ പീരിയഡിലുള്ള സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമാണ്. അതുകൊണ്ട് അവ പീരിയഡിലും രാസഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നു. പൊതുവെ ഒരേ പീരിയഡിലുള്ള സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമാണ്. ഇനി പ്രധാന മൂലകങ്ങളുടെ പ്രത്യേകതകൾ നോക്കാം. ഗ്രൂപ്പിൽ സമാനമായ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഇവയിൽ ലോഹങ്ങൾ, അലോഹങ്ങൾ, ഉപലോഹങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട മൂലകങ്ങളുണ്ട്. ഇവ വ്യത്യസ്ത ഭൗതികാവസ്ഥയിലുള്ള മൂലകങ്ങളെ പ്രതിനിധീകരിക്കുന്നു. കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടോ? പഠിക്കുമ്പോൾ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് മാർക്ക് മേടിക്കാനുള്ളതല്ലേ. അപ്പോൾ പഠിക്കുമ്പോൾ ടെക്സ്റ്റ് നോക്കി പഠിക്കുമ്പോൾ എന്തായാലും നമുക്ക് നന്നായിട്ട് ബോറടിക്കും. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്ലാസ്സുകളായിട്ട് കൊണ്ടുവന്നിട്ട് നമുക്കിത് നന്നായി തന്നെ പഠിച്ചു പോകാം കേട്ടോ. അടുത്തത് നോക്കാം. ചുവടെ നൽകിയിരിക്കുന്ന മൂലക കുടുംബം. ഒന്നാമത്തെ ഗ്രൂപ്പ് മൂലകം ഏതാണ്? ആൽക്കലി ലോഹങ്ങളാണ്. ഒന്നാമത്തെ ഗ്രൂപ്പിൽ ആൽക്കലി ലോഹങ്ങൾ, രണ്ടാമത്തെ ഗ്രൂപ്പിൽ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, 3 മുതൽ 12 വരെ സംക്രമണ മൂലകങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞു 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്നതാണ് സംക്രമണ മൂലകങ്ങൾ. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിനു മുന്നേ. 13ാമത് ഗ്രൂപ്പ് നമ്പർ ബോറോൺ കുടുംബം എന്നറിയപ്പെടുന്നു. 14ാമത് കാർബൺ കുടുംബം, 15ാമത് നൈട്രജൻ കുടുംബം, 16ാമത് ഓക്സിജൻ കുടുംബമാണ്. 16ാമതുള്ളത് ഓക്സിജൻ കുടുംബം. 17ാമത് ഗ്രൂപ്പ് നമ്പർ വരുന്നത് ഹാലോജനുകളാണ്. 18ാമത് വരുന്നവരാണ് ഉത്കൃഷ്ടവാതകങ്ങൾ. 18ാമത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നവരാരൊക്കെയാണ്? ഉത്കൃഷ്ടവാതകങ്ങളുമാണ്. ഓർത്തിരിക്കുക. ഇനി ആധുനിക പീരിയോഡിക് നിയമം അല്ലെങ്കിൽ മോഡേൺ പീരിയോഡിക് ലോ. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക് നമ്പറിന്റെ ആവർത്തന ഫലങ്ങളാണ്. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക നമ്പറിന്റെ ആവർത്തന ഫലങ്ങളാണ് എന്ന് പറയുന്നു. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളാണ് എന്ത്? ഐസോബാറുകൾ. ഐസോബാറുകൾ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളെയാണ് ഐസോബാറുകൾ എന്ന് പറയുന്നത്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളാണ് എന്താണ്? ഐസോബാറുകൾ. ചോദിച്ചിട്ടുണ്ട്, തെറ്റിക്കരുത്. ഐസോബാറുകൾ. അപ്പം അടുത്തത് നോക്കാം. ഐസോട്ടോണുകൾ. എന്താണ് ഐസോട്ടോണുകൾ? ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായ ആറ്റങ്ങളാണ് ഐസോട്ടോണുകൾ. ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായിട്ടുള്ള ആറ്റങ്ങളാണ് ഐസോട്ടോണുകൾ എന്നറിയപ്പെടുന്നത്. ഇതാ ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായിട്ടുള്ളവയാണ് ഇവിടെ. ഐസോട്ടോണുകളുടെ ഉദാഹരണം ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നൈട്രജനും കാർബണും ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നോക്കുകയാണെങ്കിൽ കാർബണിൻ്റേത് 14 6 എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കാർബണിൻ്റെ പ്രോട്ടോണുകളുടെ എണ്ണം 6ഉം ന്യൂട്രോണുകളുടെ എണ്ണം 8ഉം അതുപോലെ ഇലക്ട്രോണുകൾ എത്രയാണ്? 6ഉം ആണ്. ഓക്കെ ആണോ? അപ്പോൾ ഇവ രണ്ടും ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 14 എന്ന് കിട്ടും. അതുപോലെ ഇവിടെ നോക്കൂ, നൈട്രജൻ്റേത് പ്രോട്ടോണുകളുടെ എണ്ണം 7 ആണ്. അതുപോലെ ന്യൂട്രോൺ എത്രയാണ്? 8 ആണ്. ഇലക്ട്രോണോ 7 തന്നെയാണ്. അപ്പോൾ 7ഉം ഇത് കണ്ടോ, ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? 15 കിട്ടും. കാർബണിൻ്റെ അപ്പോൾ ഐസോട്ടോൺ എന്താന്ന് നമ്മൾ പഠിച്ചല്ലോ. ഐസോട്ടോണിൽ ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായിരിക്കും. ഇവിടെ രണ്ടും 8 തന്നെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് ഉദാഹരണമായിട്ട് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് ഐസോട്ടോണുകൾക്ക് ഉദാഹരണമായത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഐസോട്ടോണ് ക്ലിയർ ആയി. ഐസോബാർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഐസോട്ടോപ്പുകളുടെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഐസോട്ടോപ്പ് എന്താ നമ്മളിവിടെ ഇനി നമുക്ക് ഐസോട്ടോപ്പുകൾ നോക്കാം. ഐസോട്ടോപ്പ് എന്താണ്? ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ എന്ന് പറയുന്നത്. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഐസോട്ടോപ്പുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഐസോബാർ എന്തായിരുന്നു? ഐസോബാർ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങൾ. എന്താണ് ഐസോട്ടോപ്പുകൾ? ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങൾ. ഓക്കെ ആണോ? അപ്പം നോക്കൂ, നമുക്കിവിടെ ചില ഐസോട്ടോപ്പുകളും അവയുടെ ഉപയോഗങ്ങളും നോക്കാം.
ഐസോടോപ്പുകൾ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. അയോഡിൻ 131 തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്നു. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്നതാണ് അയഡിൻ 131 എന്ന ഐസോടോപ്പ്. യുറേനിയം 235 എവിടെയാണ് ഉപയോഗിക്കുന്നത്? ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന യുറേനിയത്തിന്റെ ഐസോടോപ്പ് ഏതാണ്? അത് യുറേനിയം 235 ആണ്. കൊബാൾട്ട് 60 ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് കേട്ടോ, കൊബാൾട്ട് 60 എന്നത്. വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്തുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന സോഡിയത്തിന്റെ ഐസോടോപ്പാണ് സോഡിയം 24 എന്നത്, സോഡിയം 24. അനീമിയ നിർണ്ണയിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന അയണിന്റെ ഐസോടോപ്പാണ് അയൺ 59, അയൺ 59 എന്നത്. ഓക്കെ, ഇനി ന്യൂട്രോൺ. ന്യൂക്ലിയസിന്റെ യഥാർത്ഥ മാസ് പ്രോട്ടോണുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ റൂദർഫോർഡ് കണക്ക് കൂട്ടിയതിനേക്കാൾ വളരെ കൂടുതലാണെന്ന് കണ്ടു. എന്നാൽ ഈ വൈരുദ്ധ്യം പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പിന്നീട് 1932 ജെയിംസ് ചാഡ്വിക്ക് ചില നിർവീര്യ കണങ്ങൾ കൂടി ന്യൂക്ലിയസിനകത്തുണ്ടെന്നും അവയ്ക്ക് ഏകദേശം ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് ആണെന്നും കണ്ടെത്തി. ചാർജ് ഇല്ലാത്തതിനാൽ ഈ കണങ്ങൾ ന്യൂട്രോൺ എന്ന ഈ കണത്തിന് ന്യൂട്രോൺ എന്ന പേര് നൽകി. ഓക്കെ, അപ്പൊ ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? അത് ന്യൂട്രോൺ ആണ്. ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക്ക് ആണ്. ഏത് വർഷം? 1932. 1932 ജെയിംസ് ചാഡ്വിക്ക് ചാർജ് ഇല്ലാത്ത കണങ്ങൾ ഏതാണ്? ന്യൂട്രോൺ ആണെന്ന് കണ്ടെത്തി. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യമായിട്ടല്ല, ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഈ 10th ലെവൽ പ്രിലിംസിന് തന്നെ ചോദിച്ചിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ ജെ തോംസണുമായി ബന്ധമില്ലാത്തത് ഏത് എന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അത് ന്യൂട്രോൺ കണ്ടെത്തൽ എന്നതായിരുന്നു. ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക്ക് ആണ്. ഓക്കെ ആണോ? അടുത്തത് റേഡിയോ ആക്ടിവിറ്റി അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവത. യുറേനിയം, തോറിയം തുടങ്ങിയ മൂലകങ്ങൾ സ്വയം ചില വികിരണങ്ങൾ പുറത്തുവിടുന്ന പ്രതിഭാസമാണ് റേഡിയോ ആക്റ്റീവത. 1896 ഹെൻറി ബെക്വറലാണ് ഇത് കണ്ടെത്തിയത്. പ്രധാനമായും 3 തരം കിരണങ്ങളാണ് റേഡിയോ ആക്റ്റീവതയുടെ ഫലമായി പുറത്തു വരുന്നത്. പോസിറ്റീവ് ചാർജും മാസുമുള്ള ആൽഫ കിരണങ്ങൾ, നെഗറ്റീവ് ചാർജുള്ള ബീറ്റ കിരണങ്ങൾ, ചാർജും മാസും ഇല്ലാത്ത ഗാമ കിരണങ്ങൾ എന്നിവയാണ്. യുറേനിയം, തോറിയം തുടങ്ങിയ മൂലകങ്ങൾ സ്വയം വികിരണങ്ങൾ അല്ലെങ്കിൽ റേഡിയേഷൻസ് പുറത്തുവിടുന്ന പ്രതിഭാസമാണ് എന്ത്? റേഡിയോ ആക്ടിവിറ്റി എന്നത്. 1896 ആരാണ് ഈ റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത്? ഹെൻറി ബെക്വറൽ ആണ്. ഹെൻറി ബെക്വറൽ. ഇത് പ്രധാനമായും 3 തരം കിരണങ്ങളാണ് കാണുന്നത്. റേഡിയോ ആക്ടിവിറ്റിയിൽ 3 തരം കിരണങ്ങൾ കാണുന്നത് ഏതൊക്കെയാണ്? ആൽഫ, ബീറ്റ, ഗാമ എന്നിവ. ആൽഫയുടെ പ്രത്യേകത എന്താണ്? പോസിറ്റീവ് ചാർജും മാസുമുള്ള കിരണങ്ങളാണ് ആൽഫ കിരണങ്ങൾ. നെഗറ്റീവ് ചാർജ് ഉള്ളവയാണ് ബീറ്റ കിരണങ്ങൾ. ചാർജും മാസും ഇല്ലാത്ത കിരണങ്ങൾ ഏതാണ്? അത് ഗാമ കിരണങ്ങളാണെന്ന് ഓർത്തിരിക്കുക. അടുത്തത് ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃകയാണ്. പ്ലം പുഡിംഗ് മാതൃക. ആറ്റത്തിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം ബോധ്യപ്പെട്ടപ്പോൾ ജെ തോംസൺ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചു. ഇതനുസരിച്ച് പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു. ഗോളത്തിലെ ആകെ പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം തുല്യമായിരിക്കും. ഗോളത്തിലെ ആകെ പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം തുല്യമായിരിക്കും. അതിനാൽ ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. എന്നാൽ പല പരീക്ഷണങ്ങൾക്കും വിശദീകരണം നൽകാൻ തോംസൺ മാതൃകയ്ക്ക് സാധിച്ചില്ല. അതിനാൽ ഈ മാതൃക പിന്തള്ളപ്പെട്ടു. അപ്പൊ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ്? ജെ തോംസൺ കണ്ടെത്തിയ ഒരു മാതൃകയാണ് പ്ലം പുഡിംഗ് മാതൃക, അല്ലെങ്കിൽ പ്ലം പുഡിംഗ് മാതൃക കണ്ടുപിടിച്ചത് ആരാണ്? അത് ജെ തോംസൺ ആണ്. ഇതും നമ്മൾ 10th ലെവൽ പ്രിലിംസിൽ ചോദിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അടുത്തത് ഇലക്ട്രോണിന്റെ മാസ്. ഇലക്ട്രോണിന്റെ അനുപാതം 1.76 × 10⁻11 ആണ്. എന്നാൽ ചാർജും മാസും വെവ്വേറെ കണ്ടെത്തുന്നതിൽ ജെ തോംസൺ വിജയിച്ചിട്ടില്ല. ചാർജും മാസും വെവ്വേറെ കണ്ടെത്തിയത് ജെ തോംസൺ അല്ല. പിന്നീട് റോബർട്ട് മില്ലിക്കൻ തൻ്റെ പ്രശസ്തമായ ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിലൂടെയാണ് ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് കണ്ടെത്തുകയും ഇതിൽ നിന്ന് ഇലക്ട്രോണിൻ്റെ മാസ്
കണക്കാക്കുകയും ചെയ്തത്. ഓക്കെ, അപ്പോൾ സി എന്നത് കൂളോമാണ്. ഇലക്ട്രോണിൻ്റെ അനുപാതം 1.76 ഇൻറ്റു 10⁻11 കൂളോം പെർ കിലോഗ്രാം ആണെന്ന് കണ്ടെത്തി. എന്നാൽ ചാർജും മാസും കണ്ടെത്തിയത്, ഇലക്ട്രോണിൻ്റെ ചാർജും മാസും കണ്ടെത്തിയത് ജെ തോംസൺ അല്ല. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ ആണ്. എന്നാൽ ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത് റോബർട്ട് മില്ലിക്കൺ ആണ് കേട്ടോ. റോബർട്ട് മില്ലിക്കൺ, അതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. PYQ ആണ്, നേരത്തെ ചോദിച്ചിട്ടുണ്ട് PSC, നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമുക്കറിയാവുന്നതാണ്, എന്നാലും ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഏതാണ് പരീക്ഷണം? ഏത് പരീക്ഷണത്തിലൂടെയാണ് ഇലക്ട്രോണിൻ്റെ മാസ് കണ്ടെത്തിയത്? ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിലൂടെയാണ് കേട്ടോ. ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിലൂടെയാണ് ഇലക്ട്രോണിന് 1.6 ഇൻറ്റു 10⁻⁻19 കൂളോം നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് കണ്ടെത്തിയത്. ആരാ കണ്ടെത്തിയത്? റോബർട്ട് മില്ലിക്കൺ ആണ്. ഇനി ഇതിൽ നിന്ന് ഇലക്ട്രോണിൻ്റെ മാസ് 9.1 ഇൻറ്റു 10⁻⁻31 kg ആണെന്ന് കണക്കാക്കുകയും ചെയ്തു. ഓക്കെ ആണോ? അടുത്തത്, സൾഫ്യൂരിക് ആസിഡിനെ രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് എന്താണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണെന്ന് ഓർത്തിരിക്കുക. സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സമ്പർക്ക പ്രക്രിയ എന്നാണ് കേട്ടോ. കോണ്ടാക്ട് പ്രോസസ്സ് എന്നാണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണം അറിയപ്പെടുന്നത്. ഇനി ഹേബർ പ്രക്രിയ നോക്കാം. ഹേബർ പ്രക്രിയ എന്താണ്? അമോണിയ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഹേബർ പ്രക്രിയ. സൾഫ്യൂരിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയുടെ പേരെന്താണ്? അത് സമ്പർക്ക പ്രക്രിയയാണ് കേട്ടോ. രണ്ടും തമ്മിൽ മാറിപ്പോരുത്, ശ്രദ്ധിക്കുക. ഹേബർ പ്രക്രിയ അമോണിയ വ്യാവസായികമായി നിർമ്മിക്കുന്നതിന് 1912 ജർമ്മൻ ശാസ്ത്രജ്ഞനായ ഫ്രിറ്റ്സ് ഹേബർ ആവിഷ്കരിച്ച രീതിയാണ് ഹേബർ പ്രക്രിയ. ഹേബർ പ്രക്രിയ ആരാണ് ആവിഷ്കരിച്ചത്? ഫ്രിറ്റ്സ് ഹേബർ ആണ് കേട്ടോ. ഫ്രിറ്റ്സ് ഹേബർ. ഉന്നത മർദ്ദത്തിലും താപനിലയിലും നൈട്രജനും ഹൈഡ്രജനും 1:3 അനുപാതത്തിൽ സംയോജിപ്പിച്ചാണ് ഈ പ്രക്രിയയിൽ അമോണിയ നിർമ്മിക്കുന്നത്. സ്പോഞ്ചി അയൺ ഉൽപ്രേരകമായും ഉപയോഗിക്കുന്നു. ഹേബർ പ്രക്രിയയിൽ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ട ഉൽപ്രേരകം ഏതാണ്? അത് സ്പോഞ്ചി അയൺ ആണെന്ന് ഓർത്തിരിക്കുക. രാസവള നിർമ്മാണത്തിന് വൻതോതിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന രാസവസ്തുവാണ് അമോണിയ. ഓക്കെ. ത്രഷോൾഡ് എനർജി എന്താണ്? ത്രഷോൾഡ് എനർജി എന്നത് ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ അഭികാര തന്മാത്രകൾക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ഗതികോർജമാണ് ത്രഷോൾഡ് എനർജി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ നോക്കി? സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണം സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിൽ കോണ്ടാക്ട് പ്രോസസ്സാണ്. ഹേബർ പ്രക്രിയ എന്നത് അമോണിയ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണെന്നും മനസ്സിലായി. അതിൽ ഉൽപ്രേരകം സ്പോഞ്ചി അയൺ ആണെന്നും ഓർത്തിരിക്കുക. ഇനി ഒരു അയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളും ചേർന്നതാണ് ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലർജി എന്നത്. മെറ്റലർജി അതിൽ എന്തൊക്കെ ഘട്ടങ്ങളുണ്ട്? അയിരുകളുടെ സാന്ദ്രണം, സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ, ലോഹ ശുദ്ധീകരണം, ഇവ മൂന്നും ഉൾപ്പെടുന്നതാണ് ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലർജി എന്നത്. അയിരുകളുടെ സാന്ദ്രണം, സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ, ലോഹ ശുദ്ധീകരണം. അടുത്തത് എന്താണ് അയിര്? അപ്പം നമ്മളിവിടെ അയിരിനെ കുറിച്ച് പറഞ്ഞു. അപ്പം എന്താണ് അയിര്? ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ഒരു ലോഹത്തിൻ്റെ അയിര് എന്ന് വിളിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഈ ചോദ്യം. ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ആ ലോഹത്തിൻ്റെ അയിര് എന്ന് അല്ലെങ്കിൽ ഓർ എന്ന് വിളിക്കുന്നു. അടുത്തത് കാറ്റയോണുകളും ആനയോണുകളും. എന്താണ് കാറ്റയോണും ആനയോണും? നെഗറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന പോസിറ്റീവ് അയോണുകളെ കാറ്റയോണുകൾ എന്ന് വിളിക്കുന്നു. നെഗറ്റീവ് ഇലക്ട്രോഡായിട്ടുള്ള കാഥോഡ്, നെഗറ്റീവ് ഇലക്ട്രോഡ് ഏതാണ്? അത് കാഥോഡാണ്. കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന പോസിറ്റീവ് അയോണുകളെ കാറ്റയോണുകൾ എന്ന് വിളിക്കുന്നു. പോസിറ്റീവ് ഇലക്ട്രോഡായ ആനോഡിലേക്ക്, പോസിറ്റീവ് ഇലക്ട്രോഡ് ഏതാണ്? ആനോഡാണ്. ആനോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന നെഗറ്റീവ് അയോണുകളെ ആനയോണുകൾ എന്നും വിളിക്കുന്നു. ഓക്കെ ആണല്ലോ. റീഡോക്സ് രാസപ്രവർത്തനത്തിലൂടെ രാസോർജം വൈദ്യുതോർജമാകുന്ന ക്രമീകരണമാണ് ഗാൽവനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ.
വോൾട്ടായിക് സെൽ എന്താണ്? റീഡോക്സ് രാസപ്രവർത്തനത്തിലൂടെ രാസോർജം വൈദ്യുതോർജ്ജമാകുന്നു. ഗാൽവനിക് സെല്ലിൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെല്ലിൽ എന്ത് തരം മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ രാസോർജം വൈദ്യുതോർജ്ജമാകുന്നു എന്ന് ഓർത്തിരിക്കുക. രാസോർജം വൈദ്യുതോർജ്ജമാകുന്ന ക്രമീകരണമാണ് ഗാൽവനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ എന്നത്. അടുത്തത് 6.022 × 10⁻23 തന്മാത്രകളെ 1 മോൾ തന്മാത്രകൾ എന്ന് വിളിക്കുന്നു. ഇതാണ് 1 മോൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ 1 മോൾ എന്നത് 6.022 × 10⁻23 ആണെന്ന് ഓർത്തിരിക്കുക. ഇതെന്തിനാണ്? മാത്തമാറ്റിക്കൽ പ്രോബ്ലം പോലത്തെ ചോദ്യങ്ങൾ കെമിസ്ട്രി വിഭാഗത്തു നിന്ന് കണ്ടിട്ടുണ്ട്. ഇത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര തന്മാത്രകളുണ്ട് എന്ന രീതിയിലൊക്കെ. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 1 മോൾ എന്നത് ഈ ഒരു അളവാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്തത്, താപനില, മർദ്ദം ഇവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. താപനില, മർദ്ദം എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊന്നും മനസ്സിലാക്കിയിരുന്നാൽ മതി കേട്ടോ. അടുത്തത്, ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിന്റെ അളവാണ് അതിൻ്റെ താപനില. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിന്റെ അളവാണ് അതിൻ്റെ താപനില. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കെമിസ്ട്രി വിഭാഗമായിരുന്നു, കുറച്ചധികം ഡ്രൈ ആയിട്ടുള്ള ഏരിയ ആണ്, പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ഈസി ആയിട്ട് തന്നെ അത് മനസ്സിലാക്കിയെടുത്തു. അപ്പോൾ ഇനി ഏത് ടോപ്പിക്കാണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പഠിക്കാനായിട്ട് ഇത് ഓക്കെ ആണോ എന്നുള്ളത് നമ്മളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയതായിട്ട് ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമുക്ക് മിസ്സൊന്ന് ഓക്കെ ആയിട്ട് തിരിച്ചെത്തുന്നത് വരെ നല്ല രീതിയിൽ പഠിക്കുകയും വേണം, ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോവുകയും വേണം. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, എല്ലാവരും നല്ല രീതിക്ക് റിവിഷൻ ചെയ്ത് പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.